ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അതുപോലെ തന്നെ അടുക്കള മുറ്റത്തെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് റീപ്ലാന്റിങ്ങും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും ചെറിയൊരു അൺബോക്സിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. ജനുവരി അടുത്ത് വന്നു തുടങ്ങി. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത ആൾക്കുള്ള ഗിവ് അവേ ജനുവരിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കുക. നാളെയാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നന്ന് ലഭിക്കുള്ളൂ. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാക്കാൻ പോകുന്ന വീഡിയോ എന്ന്. അപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് കോട്ടക്കൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ ദിവസമൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പോൾ അവിടെ ചെറിയ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ. അതെവിടെ വരെ എത്തി എന്നൊക്കെ നോക്കാൻ എത്തി പോയതായിരുന്നു കേട്ടോ. ഇത് നമുക്ക് മുറ്റം ആദ്യം അന്നത്തെ ഒരു മോഡൽ ഇൻ്റർലോക്ക് ആയിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് ബാക്കി തൈകളൊക്കെ വെച്ചിട്ട് പറമ്പാക്കിയിട്ടിടായിരുന്നു. ഇപ്പം മുഴുവനായിട്ട് വണ്ടി പോകാനുള്ള ഭാഗം മാത്രം സ്റ്റോൺ കൊടുത്ത് ബാക്കി ഫുള്ള് പുല്ലൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. തൈകളൊക്കെ വലുതായതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടോ. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ചെറിയ ചെറിയ തൈകളും ഉമ്മയും കൂടെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. എല്ലാ തൈകളും റംബുട്ടാൻ്റെ പല ഐറ്റും മാംഗോസ്റ്റും പലതരം മാവുകളൊക്കെ ഇവിടെ കായ്ക്കൂട്ടോ. നല്ല ഭംഗിയാണ്. ബട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്ന് വീടിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ വീടിൻ്റെ ഉള്ളും റിനോവേഷൻ വർക്ക് ചെയ്തതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ട് പോയുള്ളൂ. അപ്പോൾ ഗ്രാസ് വിരിക്കണ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോണിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പണിക്കാരുണ്ട് സ്റ്റിൽ. അപ്പോൾ അത് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി അവിടെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഒന്ന് രണ്ട് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിയുന്നവരെ കല്യാണത്തിൻ്റെ പർച്ചേസിങ് ആയിരിക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അത് നമ്മളൊരു സ്വഭാവമാണല്ലോ. കല്യാണം കഴിയുന്നവരെ കല്യാണത്തിൻ്റെ പർച്ചേസ് ആയിരിക്കും. എത്ര വാങ്ങിയാലും ഓരോരോ സംഭവങ്ങൾ കുറവുണ്ടാവും. അപ്പോൾ അവിടെ ഗാർഡൻ്റെ വർക്കൊക്കെ പുരോഗമിക്കുന്നത്. അവിടെയൊക്കെ നിറച്ച് റംബുട്ടാൻ്റെ തൈകളാട്ടോ. അതൊക്കെ ഇപ്പോൾ നിലമുട്ടൊക്കെ പൊങ്ങിയപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റി. അന്നൊക്കെ ചെറിയ തൈകളായിരുന്നല്ലോ. ഇഷ്ടം പോലെ റംബുട്ടാൻ ഉണ്ടാവും കേട്ടോ. മഞ്ഞയും ചുവപ്പും ചുവപ്പിൻ്റെ തന്നെ പല വെറൈറ്റിയും ബട്ടറൊക്കെ ഇപ്പോൾ കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. പിന്നെ മാംഗോസ്റ്റിന് പല ടൈപ്പ് മാവുകൾ ഇതൊക്കെ എൻ്റെ ഉമ്മയും ഇപ്പയും കൂടെ നട്ട് നനച്ചുണ്ടാക്കിയതാട്ടോ. അവർക്കതാണ് മെയിനായിട്ടുള്ള ഹോബി. മണ്ണൂത്തി പൂവ തൈകൾ കൊണ്ടുവരിക, നട്ട് നനച്ചുണ്ടാക്കുക. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടാവും, ചെടികൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവർക്ക് താല്പര്യമുള്ള വിഷയമായിട്ട്. അപ്പോൾ അവർ നട്ട് നനച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ പഴത്തിൻ്റെ സീസൺ ആകുമ്പോഴും നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാണ്ട് ഉണ്ടാവും കേട്ടോ. ഈ ഭാഗത്ത് നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്ന് മുനീഫും സിയും ഷെയ്ക്കും ജെമിയും ഒക്കെ ചെറിയ ചെറിയ മക്കളാണല്ലോ. അപ്പോൾ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പല കളിക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഈ പാഷ്യോയിലിരിക്കുന്ന ചെടികളൊക്കെ ഇടയ്ക്കൊന്ന് എടുത്തു വെച്ച് നല്ല വൃത്തിയാക്കി. സംഭവം സ്റ്റാൻഡിൻ്റെ മേലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ താഴ്ന്നിട്ടുള്ള സ്റ്റാൻഡാണല്ലോ. ആ ഭാഗത്തുള്ള സ്റ്റാൻഡ് നമുക്ക് അടിയിൽ കൂടെ അടിച്ചു വരാനൊക്കെ പറ്റൂട്ടോ. ഇത് പറ്റൂല. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കച്ചറ ഉണ്ടാവും, കാറ്റിലും ഒക്കെ പറന്ന് ചാടിയ. പിന്നെ ഈ ചെടികളുടെ ഇല ഉണങ്ങി വീണതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ ആ കാണുന്ന ഫേൺ ഉണ്ടല്ലോ, അതും മുന്നിൽ നമ്മളെ സിറ്റ് ഔട്ടിൽ ഒരു ബേർഡ് നെസ്റ്റ് ഫേൺ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതൊന്ന് ആ വളരുന്ന ഒരു കണ്ടീഷൻ എത്തിക്കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ആ കണ്ടീഷൻ എത്തിക്കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. നല്ല ഭംഗിയാണ് സംഭവം കാണാനിട്ടോ. അപ്പോൾ അതും ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനന്ന് മണ്ണൂത്തിന്ന് ഈ ചുമരിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രിൽ മെഷീൻ എടുത്തിട്ട് ഹോളിടാൻ വേണ്ടി നോക്കുമ്പോൾ ഡ്രിൽ മെഷീൻ കേടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ ആണി അടിക്കാതെ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൈസ് ആണി അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാക്കറ്റിൽ 10 വന്നിട്ടുള്ളത്. നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ശ്രമിച്ച് നോക്കട്ടെ. പക്ഷെ ഞാനത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേട്ടോ, നല്ല സ്ട്രോങ് ആണ്, നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ വാൾപേപ്പറാണ് കേട്ടോ. 4 റോളുണ്ട്. നമുക്ക് ഈ പുറത്തുള്ള അടുക്കള ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതിപ്പോൾ ഞാൻ പൊട്ടിക്കണില്ല. ഇപ്പം അതെന്നാ നടക്കാമെന്നറിയില്ല. പിന്നെ ചെറിയൊരു ഗ്ലാസ് ജാർ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ജാറിൽ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഞാൻ ഒരു ചെറുത് വാങ്ങിയതാട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. ഇത് മീഷോയിലാട്ടോ വാങ്ങിയത്. വാൾപേപ്പറും
ഈ ജാറും അതേപോലെ തന്നെ ഒരു ടൈം പീസും വാങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ കിച്ചണത്തെ ക്ലോക്ക് ഞാൻ റിപ്പയർ ചെയ്ത് കേടാക്കിയെന്ന്. അപ്പോൾ അതിന് പകരം ഒരു ചെറിയൊരു ടൈം പീസ് ക്യൂട്ടാണ് അല്ലേ, ഡ്രസ്സുണ്ട് കാണാൻ. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇത് മൂന്നും മീഷോ എന്നാണ് വാങ്ങിയത്. സ്റ്റിക്ക് ചെയ്യുന്ന നെയിൽ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അത് കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. നമുക്ക് ചുമരിൽ ആണി അടിക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വല്ല ക്ലോക്കൊക്കെ ഹാങ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിങ്ങനെ വെക്കുക തന്നെ. 2 ഇന്നർ പോട്ട് വേറെ വരുന്ന ഒരു ടൈപ്പ് പോട്ടാണ്. ഞാനന്ന് കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മണ്ണൂത്തിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കാണിച്ചപ്പോൾ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ നെയിലിങ്ങനെ ത്രെഡ് ഉള്ളതാട്ടോ. അതിങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ആ നെയിലായ്മ ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചട്ടിമേൽ ത്രെഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ മോൻ വന്നു കേട്ടോ. അവൻ വരുന്ന ടൈമായി. ഇപ്പോൾ അവനും ഞാനും കൂടിയാണ് പരിപാടികളൊക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ അവനെ ഒന്ന് ഫ്രഷ് ആക്കണുള്ളൂ കേട്ടോ. അതുവരെ അവൻ ഇവിടെ ഉണ്ടാവും, എന്തായാലും അഴുക്കാവും. നല്ല പോട്ടാണ്. അതിന് ഒന്നിന് 35 രൂപ അങ്ങനെ എന്താണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇന്നർ പോട്ടും ഔട്ടർ പോട്ടും കൂടി ആയിട്ടുള്ള സെറ്റിന് വൈറ്റ് കളറാണ് ഞാൻ വാങ്ങിയത്. ഈ ഒരു ഇതിലിങ്ങനെ ഈ ഒരു ചുമരിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, 2 ഡോറിൻ്റെയും കൂടി ഇടയിലുള്ള, അതങ്ങനെ ചെയ്താൽ നന്നാവും എനിക്ക് തോന്നിയിട്ടാ. ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്താൽ നന്നാവും തോന്നി. ഞാൻ അതിൽ മണി പ്ലാന്റ് തന്നെയാണ് വെക്കുന്നത്. 4 പോട്ടിലും 4 വെറൈറ്റി മണി പ്ലാന്റ് വെക്കാമെന്ന് വിചാരിക്കണേ. മണി പ്ലാന്റ് ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ബുഷിയായി വളർന്ന് നല്ല ഉഷാറായി വരുമല്ലോ. പിന്നെ അതുമല്ല മണി പ്ലാന്റ് ഇങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാനും ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നല്ലതാണല്ലോ, നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്താൽ കിട്ടുമല്ലോ. ഇത് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നതാട്ടോ, ഗ്ലൗസിൻ്റെ ബോക്സ്. മൂപ്പരിങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ സാധാരണ എനിക്കത് പതിവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഗ്ലൗസ് ഇട്ടതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്. ഒരു ബോക്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതാണ്. അപ്പോൾ ഇപ്പോൾ മോന് ഇത് കണ്ടപ്പോൾ അവൻ പറയുന്നത് എന്തെൻ്റെ കയ്യുമൊക്കെ ഇല്ലാത്തതെന്നൊക്കെ. അപ്പോൾ ഇത് വലിയ ആൾക്കാരെ കയ്യിൻ്റെ സൈസാന്ന് പറഞ്ഞപ്പോൾ അത് എന്താ വലിയ ചെറിയ കയ്യിൻ്റെ വാങ്ങാഞ്ഞത്, കുഞ്ഞിക്കൈയിൻ്റെ എന്താ വാങ്ങാഞ്ഞത്, നമ്മൾ രണ്ടാളും കൂടിയല്ലേ ഈ ജോലിയൊക്കെ ചെയ്യാറെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എനിക്ക് ചിരിയും വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു അങ്കിൾ അയച്ചു തന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ അങ്കിളിനോട് പറയണം ഇങ്ങനെ ഒരാളുണ്ട്, ആ സൈസിലും കൂടി അയക്കാൻ പറയണം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ മണി പ്ലാന്റ് നല്ല ഹാങ് ചെയ്ത് വലുതായിട്ടുണ്ടായിരുന്നല്ലോ, അതുമെന്നാണ് കേട്ടോ ആ 2 വെറൈറ്റി നിയോൺ പോത്തോസും എൻജോയ് പോത്തോസുമാണ് കേട്ടോ അത്. പിന്നെ സാധാരണ പോത്തോസ് ഇതിമൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ മഞ്ജുള പോത്തോസ് നമ്മളെ സിറ്റ് ഔട്ടിൽ നല്ല വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിമൊന്നും കട്ടിങ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ നോഡായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് ഈ ഓരോ നോഡുമെന്നും ഓരോ തലപ്പുകൾ ഉണ്ടാവും കേട്ടോ. അതിന് നല്ല ബുഷിയായിട്ട് വളർന്ന് കിട്ടും കേട്ടോ. ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം, ഒരു നല്ല പിടിച്ചു എന്ന് തോന്നിയതിന് ശേഷം കുറച്ച് 18 എന്തെങ്കിലും ഒരു NPK കലക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ബുഷിയായിട്ട് അടിപൊളിയായിട്ട് വളർന്നോളും. മണി പ്ലാന്റിന് അങ്ങനെ ഒരു പ്രത്യേകത മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ ഫാനാണ് ഞാൻ കേട്ടോ. മണി പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പച്ചപ്പ് വരും ചെയ്യും. നമ്മൾ കെയർ ചെയ്താൽ നല്ലൊരു ഓയിൽ സ്ട്രെച്ചറൊക്കെ വരും ഇതിൻ്റെ ഒരു ലീഫിന്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതാ 4 പോട്ടിലും 4 വെറൈറ്റി മണി പ്ലാന്റ് ആണ് കേട്ടോ വെക്കുന്നത്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ചട്ടി. ചകിരിച്ചോറും മണ്ണും കൂടി തന്നെയാണ്, പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സ്റ്റിക്ക് ചെയ്തിട്ട് നിൽക്കുമോ എന്നുള്ള ഒട്ടിച്ചിട്ടുള്ള നെയിലല്ലേ, അതിൽ നിൽക്കുമോ എന്നുള്ള സംശയത്തിലൊക്കെയാണ് വെച്ചത് കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ വന്ന് നോക്കിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു മുനിയർക്ക് കേട്ടോ. ഈ മഞ്ജുള പോത്തോസും അതേപോലെ തന്നെ നിയോൺ പോത്തോസും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൻ്റെ ഒരു വെള്ളയും പച്ചയും കൂടി മിക്സ് ആയിട്ടുള്ള ലീഫിൻ്റെ കളറും, അതേപോലെ തന്നെ കുമ്പിള് കുത്തിയ ഒരു ഷേപ്പാണല്ലോ ഈ മഞ്ജുള പോത്തോസിന്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ലീഫുകളൊക്കെ തിക്കായി വന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ ലീഫ്. അതേപോലെ നിയോൺ പോത്തോസിൻ്റെ ആ ലൈം ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു യെല്ലോയിഷും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സമയത്ത് ഒരു 3 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു വെയിലുണ്ടാവും കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ നമ്മൾ വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് വെയിൽ കൊള്ളണം പറയല്ലോ, ആ ഒരു വെയിലിങ്ങനെ വരും കേട്ടോ ഈ ചുമർക്ക്. ആ വെയിലും ഈ പ്ലാന്റ്സും കൂടി കാണുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ്. എനിക്ക് വട്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ. എനിക്കിപ്പോൾ കിച്ചണിൽ അങ്ങോട്ട് നോക്കുമ്പോൾ
നേരിട്ട് കാണുന്ന ഒരു ചുമരാണല്ലോ. അതുകൊണ്ടാണ് ട്ടോ ഞാൻ ഈ ബാത്റൂമിൻ്റെ ഡോറിനെ വാൾപേപ്പർ ചെയ്തത്. അത് വെയിലൊക്കെ കൊണ്ട് നരച്ച് ആകെ വൃത്തികേടായിരുന്നു. അപ്പോൾ എനിക്കൊരു പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വാൾപേപ്പർ ചൂസ് ചെയ്തിട്ട് അത് സ്റ്റിക്ക് ചെയ്തത്. നല്ല രസമല്ലേ കാണാൻ? നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അതാ സംഭവം സക്സസ് ആണ് കേട്ടോ. ഞാൻ ഒട്ടിച്ച് നെയിലൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കണമുണ്ട്. വിചാരിച്ച പോലെ കേട്ടോ, അടിപൊളി പ്രോഡക്റ്റാണ്. 10 ആയിരുന്നു കേട്ടോ ആ ഒരു സെറ്റിലുണ്ടായിരുന്നു. വിലയൊക്കെ ഞാൻ മറന്നുപോയിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കൂടെ പറഞ്ഞുതരാം. ആവശ്യപ്പെട്ടാലും ഞാൻ ചോദിച്ചാൽ റിപ്ലൈ തരാം കേട്ടോ. അതിനിപ്പോൾ ദാ ഈ ഭാഗത്തെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ പോട്ടിലൊക്കെ ഇന്നർ പോട്ടിലൊക്കെ വെള്ളം ഇരിക്കണുണ്ട്. ഡബിൾ പോട്ടാണല്ലോ. അപ്പുറത്തുള്ള അഗ്ലോണിമെൻ്റൊക്കെ ഡബിൾ പോട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് താഴേക്ക് പോകും കേട്ടോ. ഇത് പിന്നെ ഞാൻ വൈറ്റ് പോട്ടിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച കാരണം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇൻഷാല്ല അങ്ങോട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങണം എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇതാ സഹായിച്ച് ഉപദ്രവിക്കുക എന്ന് പറയില്ലേ, ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ എന്നിട്ട് വാക്വം ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നും ക്ഷമയില്ല അവന് പിന്നെ കുറേ നേരം ആ വാക്വം ക്ലീനറായിട്ട് കുരുത്തക്കേടൊക്കെ കാട്ടിയിട്ടാണ്. ഈ വാക്വം ക്ലീനറിൻ്റെ എൻക്വയറി എപ്പോഴും വരാറുണ്ട്. നല്ല പ്രോഡക്റ്റ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇവൻ്റെ കുരുത്തക്കേടും എല്ലാം കഴിഞ്ഞിട്ടും 1.5 വർഷം പോലെ ആയി ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ അവിടെയൊക്കെ ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ 1-2 പ്ലാന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫേണൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പിന്നെ ചെയ്യാൻ രീതി മാറ്റി വെച്ച അതായിരുന്നു. ഈ വൈറ്റ് പൂട്ടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. സംഭവം ഗ്ലൗ ഇട്ടപ്പോൾ നല്ല സൂപ്പറാട്ടോ. മണ്ണ് വാരാനും കൈ വൃത്തിയാക്കി എളുപ്പമുണ്ടാവുമല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ റീപ്ലാന്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂരിയും സംഭവമൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ ഞാൻ കൈ കൊണ്ടുതന്നെ ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഗ്ലൗസ് ഇട്ടിയപ്പോൾ ഒരു സൗകര്യമായിട്ടാണ്. ഗ്ലൗസ് സൂപ്പറാണേ. പക്ഷെ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതേപോലെ ഇങ്ങനത്തെ ഗാർഡനിങ് പരിപാടികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് അങ്ങനെയാണ് നല്ലത് തോന്നുന്നത്. കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്കത് കഴിയുമെന്ന് തോന്നുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ കൈപ്പാങ്ങും ഓരോ ഇതുമല്ലേ. അപ്പോൾ ഇതാ പൂട്ടുകളൊക്കെ വൃത്തിയാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് പാത്രം കഴുകണ പോലെ ഒന്ന് അരച്ചെടുത്താൽ തന്നെ നല്ല വൃത്തിയാവട്ടാ. അപ്പോൾ ഇതാ ഈ ഒരു ഫേണ് ഞാൻ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ആള് പകുതിയായിട്ടോ. കുറേ താഴെയുള്ള ലീഫുകളൊക്കെ കരിഞ്ഞു പോയി. പിന്നെ ഇനി അതങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തിരക്ക് മാറാൻ വേണ്ടി നിന്നാൽ നശിച്ചു പോയാലോന്ന് എഴുതിയിട്ടൊന്നും ഇപ്പോൾ ഞാൻ റീപ്ലാന്റിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ബാക്കിലിരിക്കണ ആ ഒരു ബേർഡ് നെസ്റ്റ് ഫാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ വാങ്ങിയിട്ട് 4 വർഷമായിട്ട് ഈ ഒരു കണ്ടീഷനിലായി കിട്ടാൻ കുറച്ച് പാടാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് വളരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസിലൊക്കെ ഒരാളുടെ ഇങ്ങനെയുള്ള ഫേണെന്നൊക്കെ. ആ ഒരു സംഭവമാണിട്ടത്. അത് വളർന്നു വരും, അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ആ ഒരു കോർണറിൽ വെച്ചിരുന്ന പ്ലാന്റ് ഞാൻ പറഞ്ഞില്ല സക്സസ് ആവണില്ല, എന്തോ അതിനവിടെ പറ്റണില്ല എന്നൊക്കെ. അപ്പോൾ ഞാനവിടെ തൽക്കാലം ബാമ്പു വെച്ചു കേട്ടോ. കുറച്ച് ഹൈറ്റുള്ള പ്ലാന്റ് വേണമല്ലോ. ഇൻഷാല്ല അങ്ങോട്ട് ഒരു കോർണറിൽ വെക്കണ റൗണ്ട് ആയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ, വാങ്ങണം. തിരക്കൊക്കെ ഒഴിയട്ടെ. ഇപ്പം ഞാൻ അധികം സമയം വീട്ടിലില്ലാത്ത കാരണം കൊറിയറൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇന്നലെ ഇപ്പോൾ കൊറിയർ വന്നിട്ട് ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തത് അവിടെ വെക്കാനും ഇവിടെ വെക്കാനൊക്കെ പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഉള്ള സമയത്ത് സ്റ്റാൻഡ് വാങ്ങണം ഇൻഷാല്ലാ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒക്കെ ആ ഭാഗത്ത് ഞാൻ വൈറ്റ് പൂട്ടുകൾ തന്നെ വെച്ചുട്ടാ. നനക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അടിയിലുള്ള വെള്ളം ഇടയ്ക്ക് ചട്ടിയിൽ മുട്ടണ ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്ന് ഞാൻ ചെയ്ത പോലെ ചട്ടിയിൽ മുട്ടി നിന്നാൽ വേര് ചെയ്യൂട്ടാ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. നല്ല എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ പറയാട്ടോ, എങ്ങനെയുണ്ട് സെറ്റായിട്ടെന്ന്. ഇവിടെ അതാ ഒരു സിജി പ്ലാന്റ് നമ്മളൊന്ന് കട്ട് ചെയ്തല്ലോ, അപ്പോൾ പുതിയ തലപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേട്ടോ ആ ഒരു ഫേണ് ഞാൻ റീപ്ലാന്റ് ചെയ്തെടുത്തു. അതിനൊരു പുതുജീവൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫേണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വെള്ളത്തിന് ഒക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ ഇലൻ്റെ ആ ഒരു കളറിന് ഒരു വ്യത്യാസം വരും കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഗ്രേയിഷ് കളർ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ എനിക്ക് ഫേവറേറ്റായിട്ടുള്ള ഒരു ഫാനാണ് നമ്മളെ സിറ്റ് ഔട്ടിൽ ഇരിക്കണ എപ്പോഴും കിളികൾ കൂട് വെക്കുന്ന ഒരു ഫാന്.
അത് കിളി ഇല്ലാത്ത ടൈമിലൊന്ന് റീപ്ലാന്റ് ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇല്ലാത്ത ടൈം കുറവാട്ടോ. ഇതിനിപ്പോൾ രാവിലെ ഞാനൊന്ന് കാണിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ മാറ്റട്ടോ. ആ ഫേണിൻ്റെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ടാവും. അതങ്ങനെ കേട്ടോ, നമ്മൾ നനച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജീവനായിട്ട് വരും. പൊതുവേ എനിക്ക് ഫേൺസ് നല്ല ഇഷ്ടമാട്ടോ. അത് വേറെ ഒന്നും ആവില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. ഇൻഡോറിൽ നല്ല സർവൈവ് ചെയ്യുന്ന പ്ലാന്റാണ് കേട്ടോ ഫേണ്. അതേപോലെ മണി പ്ലാന്റ്, ജിജി പ്ലാന്റ്, ഇതൊക്കെ ഇൻഡോറിൽ നല്ലോണം സർവൈവ് ചെയ്തോളും. സത്യം പറഞ്ഞാൽ അഗ്ലോണിമിനേക്കാളൊക്കെ നല്ല ഇൻഡോർക്ക് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഹാങ് ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണല്ലോ. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഫേൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ. ഗ്ലൗസ് ഊരി നോക്കിയപ്പോൾ കയ്യിലൊന്നും ഒരു വൃത്തിയോടമായിട്ടില്ല കേട്ടോ. നല്ല ഏതായാലും ഇത് അയച്ചെന്നാക്ക് ഒരു ബിഗ് താങ്ക്സ്. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ബ്രഷ് ഇട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാൻ കുറേ ടൈം എടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ഈസി ആയിട്ടാ. അപ്പോൾ നമ്മളെ പ്ലാന്റ്സ് ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ കേട്ടോ ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെച്ചത് ചാടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ചാടിയിട്ടൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പിടിച്ചൊക്കെ വലിച്ചൊക്കെ നോക്കി, സ്ട്രോങ് തന്നെയാണ് കേട്ടോ, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പുഷായിട്ടുണ്ട്, വളർന്ന് ഒന്ന് ഹാങ് ആയിട്ടൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇന്നലെ അറേഞ്ച് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് ഈ ഒരു ഹാങ് ചെയ്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചതും അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ കണ്ടീഷൻ എന്താ നോക്കാനും വേണ്ടിയിട്ടായിട്ടൊന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ കണ്ടില്ലേ, ഇന്നലെ കണ്ട ലുക്കേ അല്ല ഈ ഫോണിന്. നല്ലൊരു എന്താ പറയുക, ഒരു പോളിഷ്ഡ് ലീഫൊക്കെ വന്നിട്ട് നല്ലൊരു ഗ്രീനായിട്ടാണ് കാണുമ്പോൾ തന്നെ എന്തൊരു ഹാപ്പിയാണെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫേണ്. ബേർഡ് നെസ്റ്റ് ഫേൺ എന്നാണ് ഇതിൻ്റെ പേരിട്ട. 4 വർഷം മുന്നേ ഞാൻ ആ ലോക്ക്ഡൗൺ കഴിഞ്ഞ ആ ഉടനെ ഞാൻ വയനാട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പ്ലാന്റ് വാങ്ങുന്ന വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഉണ്ട്, ചാനലിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അതിപ്പോൾ വളർന്ന് ഇപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ലെവലുണ്ടല്ലോ, ഒരു പെട്ടെന്ന് വളരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഇതിന്. ആ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല കെയർ ചെയ്താൽ നല്ല വലിയൊരു ഫേണ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വെച്ചപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ തട്ടി ഇങ്ങോട്ട് പോകുമ്പോൾ തട്ടിയിട്ട് ലീഫൊക്കെ നാശമാവും. ഞാൻ മേലെ ഗാർഡൻ സെറ്റ് ചെയ്യണം പറഞ്ഞിരുന്നല്ലോ, അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിന് കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ ബിസിയൊക്കെ തീർന്നിട്ട് സെറ്റാക്കണം. എന്നിട്ട് അവിടെ പോയിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം. ഇതാണ് എൻ്റെ കിച്ചണിൽ നോക്കുമ്പോൾ ഒരു വ്യൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു ചുമര് ഒരു പൂർണ്ണത വന്നല്ലോ. ഇനിയിപ്പോൾ അപ്പുറത്ത് ഒന്നുകിൽ ഞാൻ ആ മൂലക്കിൽ വെച്ചിട്ടുള്ള ബാംബു പ്ലാന്റ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് ഹൈറ്റുള്ള പാമ്പ് പോലത്തെ എന്തെങ്കിലും പ്ലാന്റ് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ആ ചുവരിലും കൂടെ ഹാങ്ങിങ് പോട്ട് വെക്കേണ്ടി വരും കേട്ടോ. നമുക്ക് പാമ്പിനെ വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നമുക്ക് വിചാരിക്കണേ. വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.